വല്ലാത്തൊരു വല്ലിടങ്ങേറ് വല്ലാത്തൊരു വല്ലിടങ്ങേറ് വല്ലാത്തൊരു 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 വല്ലിടങ്ങേറ് വല്ലാത്തൊരു വല്ലിടങ്ങേറ്. വല്ലാത്തൊരു വല്ലിടങ്ങേറ്. ആ പേഷ്യന്റിന്റെ കൂടെയുള്ള ആണുങ്ങൾ മാത്രം ഒന്ന് ഇങ്ങോട്ട് വരും. എന്നെ വിളിച്ചിട്ടൊന്ന് മാറി നിക്ക്. എന്താ അത്? ഒന്ന് ഇങ്ങോട്ട് മാറി നിക്ക്. പോയി അവിടുന്ന്. ഞാൻ ഓന്റെ അളിയനാ. എന്താ പ്രശ്നം? എന്നോട് പറഞ്ഞാ മതി, ഞാൻ ഓന്റെ അമ്മോനാ. ഈ എന്താ അമ്മോനെ? അമ്മോനായത് ഒന്ന് പോടാ അവിടുന്ന്. ഞാനല്ല അമ്മോനെ. അളിയനെ പിയാൻ വരാന്നല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കിട്ടീന എന്നത് വരെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഓന്റെ ഒരു ഇംഗ്ലീഷ് എക്സ്ക്യൂസ് മീ ഡോക്ടർ എന്നോട് പറയും. എന്താ ഇങ്ങോട്ട് നോക്കണ്? ഓ നോക്കാൻ പറ്റിയൊരു ചരക്ക്. നീ പോടാടുന്ന്. വർത്താനം പറഞ്ഞാട്ട് മുട്ടിയോട് ഞാൻ ചള്ളക്ക് തേമ്പിയല്ലോ. ഉളുപ്പ് വേണടാ ഉളുപ്പ്. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? അതെ, നിങ്ങളൊന്ന് അങ്ങോട്ട് മാറി നിൽക്കും. എന്നോടാ പറഞ്ഞ മാറി. നിങ്ങൾ രണ്ടുപേരും ഒന്ന് അങ്ങോട്ട് മാറിന്നേ. കുറച്ച് കാര്യം സീരിയസ് ആയിട്ട് പറയാണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് മാറിന്നേ. ഒരു ചങ്ങായി നല്ല മുന്തിയ ആളാ. പുറത്തുവാൻ പറഞ്ഞില്ല, ഇവിടെ കിടക്കൂ. ആ നിങ്ങൾ വരും. എന്താ ഡോക്ടറെ പ്രശ്നം? പേഷ്യന്റിന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. തലച്ചോറിലേക്കുള്ള നെർവസിന് കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ എന്തും സംഭവിക്കാവുന്ന സിറ്റുവേഷനാണ് പേഷ്യന്റിനുള്ളത്. കേട്ടില്ലേ ഡോക്ടർ പറഞ്ഞ? കേട്ടില്ലേ? പേഷ്യന്റിന് മാനസികമായി ഒരു ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. സോ ഇനി അങ്ങനെ ഉണ്ടായാൽ അദ്ദേഹത്തിനെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. പിന്നീട് ഒരു പക്ഷേ ജീവൻ നിലനിർത്താൻ സാധിച്ചാലും അൾഷിമേഴ്സ് ബാധിക്കും. അതോടെ എല്ലാം തീരും. പിന്നെ ആരെയും അയാൾക്ക് ഓർമ്മയില്ലാതാവും. ഭാര്യ, കുടുംബം, കുട്ടികൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോവാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, അദ്ദേഹം ടെൻഷൻ അടിക്കാതെ നോക്കുക. എങ്ങനെ ടെൻഷൻ ഇല്ലാതെ 24 മണിക്കൂർ മാന്തി നിൽക്കണേ. ആശുപത്രി ഒറ്റ നേരത്തെ എന്തെങ്കിലും എടുത്തങ്ങോട്ട് കടത്തി വരുമല്ലേ. ഈ പുറത്ത് കങ്ങടെ ഇറങ്ങടാ. അവിടെ ചെയ്തരക്ക് പുറത്ത് കണ്ട് ബാജി ഇങ്ങോട്ട് വാടാ. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? കെയർ ചെയ്യാൻ നന്നായിട്ട്. ശരി ഡോക്ടർ. പേഷ്യൻ്റെ കാര്യങ്ങളെല്ലാം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. വളരെ സീരിയസ് കണ്ടീഷനിലാണ് ഉള്ളത്. ഓക്കെ, പറഞ്ഞെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. ശരി. ഇന്ന് ഞാൻ കടയിലേക്കൊന്ന് പോയാലോ? ജാബിറെ, കടയിലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മറ്റുള്ളതൊക്കെ പടച്ചോൻ്റെ അടുത്താ.
ആ ഡേ ആ ഒന്നുമില്ല. ആ ആ ആ എന്താ കിട്ടിയത് മതിയായില്ലെങ്കിൽ പേടം. ആ ഔ, ഹും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്റെ ഉപ്പച്ചി ഇറച്ചി ഭയങ്കര കിട്ടും എനിക്ക്. സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ ഐസിയുലാണ്. ആ ജയ് ആ സാധനം വെച്ചാട് കുത്തിരുന്ന പോടവിടുന്ന്. ഒരു മനുഷ്യൻ ഇവിടെ മരിച്ചാൻ കിടക്കുമ്പോഴാ വെൽക്കം ബാക്കും തേങ്ങാകൊലി. ഈ കോലത്തിലാണെങ്കിലേ മനുഷ്യൻ എങ്ങനെ ഇവിടുന്ന് മരിച്ചാൻ കിടക്കുക? പഠിച്ചോൻ അതിൻ്റെ മുമ്പിൽ ഇന്നാട് എടുത്താൽ മതി ഇനി. അല്ലാ ആ അമ്മമ്മയത് ഇതൊക്കെ അറിയണതിന് മുമ്പ് ഇതൊക്കെ തീരുമാനമായി കിട്ടിയാൽ മതി ഇനി. ദേ അബുവിന് എന്തെങ്കിലും സംഭവിച്ചാ നസീമയുടെ മുതല് പുറത്തു പോവോ? ഒറ്റ തീർന്നു. ആരും പുറത്താനും പറയാ. അതിനല്ലേ ഞാൻ നോക്കണത്. അബുവിന്റെ ഭാര്യക്ക് അകത്തോട്ട് വരാട്ടോ. അന്നേരം വിളിക്കണേ മേജല്. അമ്മോനെ പിന്നെ മക്കളെ, നിങ്ങളൊക്കെ വീട് ഇനി ഇതാണ്. നമുക്കിനി ഒരു വീട് മതി പോരെ? ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാണ്ട്. ഒരു ബിരിയാണി കണക്കൂടി തീർക്കാണ്ട്. അതുകൂടി തീർത്തിട്ടേ അത് പോകുള്ളൂ. തീർത്തിട്ട് പോകണ്ട. എന്നാ വരി. അബുവാ ആ അമ്മോയ്. അമ്മ ഇവിടെ എത്തിയോ? കേറ്റുവാ. മക്കളൊന്നും ഇല്ലാതെ ഞാനവിടെ നിൽക്കൂല. ഞാനും നിക്കൂല. എനിക്ക് ഇവിടെ വലിയ പേടിയാ. എന്തെങ്കിലും കേറി പോരല്ലേ? അല്ല അളിയാ, പിന്നെ
കുടുംബങ്ങളിൽ തീരെ കച്ചറില്ലാതാക്കാൻ വേണ്ടിട്ടേ നമ്മളെ പേലപ്പുറം പള്ളിക്കണ്ടി ഉസ്താദ് നല്ലൊരു മരുന്ന് തന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കണ്ടാക്കില്ല. ഒറ്റമൂല ചൊറുത്തിലാളിയാ മോദി കീറും ഞാൻ. ഞാൻ അലമ്പാക്കൂല. ചാക്ക, എന്നാ പോര്. പോര്. കേറുക. ഞങ്ങൾ ആദ്യം ഒന്ന് കേറട്ടെ. കേറിക്കോ, പിന്നെ കേറ്റൂല. നീട്ടി ചവിട്ടിക്കോ കേറ്. ഞങ്ങൾ ആദ്യം കേറട്ടെ. ആ, കേറ്.